കടുത്ത ചൂടിൽ ജലസ്രോതസ്സുകൾ വറ്റിവരളുമ്പോൾ ആര്യങ്കോട് പഞ്ചായത്തിലെ വലിയ വിളപ്പുറത്ത് 500 മീറ്റർ ചുറ്റളവിലെ കിണറുകളിലെല്ലാം ജലസമൃദ്ധി അതിശയിപ്പിക്കുന്നു. ഇന്നലെ മുതൽ കിണറ്റിനുള്ളിൽ ജലത്തിന്റെ അളവ് ക്രമാതീതമായി കൂടുന്നതായും നാട്ടുകാർ പറഞ്ഞു. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി. എടവാൾ വാർഡിലാണ് ഈ വ്യത്യസ്തമായ പ്രതിഭാസം. വേനൽ കടുത്തപ്പോൾ വറ്റിവരേണ്ട കിണറുകളിലാണ് പെട്ടെന്നുള്ള ജലസമൃദ്ധി. കഴിഞ്ഞ വർഷം 3-4 ദിവസങ്ങളിലെ ഇടവേളകളിൽ മാത്രം ജലം ലഭിച്ചിരുന്ന കിണറുകളിൽ ഇന്ന് 3 ആൾ പൊക്കത്തിലധികം വെള്ളമുണ്ട്. ക്രമാതീതമായി വെള്ളം കൂടിയതോടെ തെല്ലാശങ്കയിലായ നാട്ടുകാരും പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് അധികൃതരെയും ഭൂഗർഭ ജലവിഭാഗത്തെയും അറിയിച്ചു. വലിയ ആഴമുണ്ടായിരുന്ന കിണറുകളിൽ ഇനി 4 തൊടി കൂടി മാത്രമേ വെള്ളം കയറാനുള്ളൂ. നല്ല തെളിഞ്ഞ വെള്ളത്തിന് രുചിയും വ്യത്യാസമില്ല. ഈ വെള്ളം നമ്മൾ വെള്ളം കോരി ഉപയോഗിക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. വെള്ളത്തിന് നല്ല കുളിർമയാണ്. വെള്ളത്തിന് വേറെ ഊറ്റിൻ്റെ ഒന്നും ഒരു ഇതല്ല, സോറി, ചെറിയ ഇറക്കാനിട്ടിരുന്ന കിണറുകളാണ്. അത് വീണ്ടും വെള്ളം ഇല്ലാത്ത ഈ കാലാവസ്ഥയിൽ, വെള്ളം തീരെ കുറവായിരുന്ന കാലാവസ്ഥയിൽ ഇപ്പോൾ നോക്കുമ്പോൾ മിനിറ്റിന് വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഈ പ്രദേശത്ത് 6-7 കിണറിലുണ്ട്, ഒരു ചെറിയൊരു കുളത്തിലുമുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് അത് തുടർന്നുള്ള ചെക്കപ്പും പരിപാടികളെല്ലാം നടത്തുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെ വെള്ളം വന്നപ്പോൾ അതൊരു സന്തോഷമുണ്ട്. പക്ഷേ ഇതെങ്ങനെ ഒട്ടും വെള്ളം ഇല്ലാതെ ഇതെടുത്തുന്നത് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് കൊണ്ടുവച്ച് ഇങ്ങനെ വെള്ളം കൂടി? അതിന് എന്താണെന്ന് ഭൂഗർഭമായിട്ട് ബന്ധപ്പെട്ട് എന്താണോ അവിടെ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞ് വിദഗ്ധർ വന്ന് പരിശോധിച്ചാലേ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞങ്ങളിത് ഇന്ന് രാവിലെയാണ് ശ്രദ്ധിച്ചത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പറഞ്ഞത് ഞങ്ങൾ വീട്ടിൽ സംസാരിക്കുകയായിരുന്നു. ഈ ദിവസങ്ങളിൽ വേനലായതുകൊണ്ട് കിണർ ഇറക്കണമെന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് തൊട്ടടുത്ത വീട്ടിൽ വെള്ളം പൊങ്ങിയെന്ന് ചെന്ന് നോക്കിയപ്പോൾ കണ്ടുകൊണ്ട് ഞാൻ വന്ന് നോക്കിയ സമയത്താണ് ഞാൻ അപ്രതീക്ഷിതമായിട്ട് കണ്ടത്. പക്ഷേ കണ്ടതിന് ശേഷം രാവിലെ ഒരു 8:30 മണിയോടുകൂടിയാണ് കണ്ടത്. പക്ഷേ 8:30-ക്ക് ശേഷം വീണ്ടും ഇപ്പോൾ തന്നെ ഏകദേശം 1 അടിയോളം വെള്ളം വീണ്ടും ഉയർന്നിട്ടുണ്ട്. രാവിലെ കണ്ടതിനേക്കാളും 1 അടിയോളം വെള്ളം വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന് രുചി വ്യത്യാസം അങ്ങനെ ഒന്നുമില്ല. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ്. നല്ല തണുപ്പാണ് വെള്ളം. ടേസ്റ്റ് വ്യത്യാസം മറ്റൊന്നുമില്ല. നല്ല ശുദ്ധജലമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഉപയോഗിച്ചാലും വേറെ വ്യത്യാസമൊന്നുമില്ല. സാധാരണ എങ്ങനെയാണ് വേനൽക്കാലത്ത്? സാധാരണ വേനൽക്കാലത്ത് നമുക്കൊരു 5 അടി വെള്ളമേ കാണത്തുള്ളൂ. അതായത് ഒരിക്കൽ വേനൽ സമയത്ത് ഞങ്ങൾ താഴ്ച കൂട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു പാറ വെട്ടിയാണ് ശരിയാക്കിയത്. അപ്പോൾ ആ പാറയുടെ ഭാഗത്ത് അത്രയും മാത്രമേ എപ്പോഴും വെള്ളം കാണത്തുള്ളൂ. പക്ഷേ ഇപ്പം ഞങ്ങൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വെള്ളം ഈ ഒരു വേനൽ സമയത്ത് ഉണ്ടാകുന്നത്. ഇപ്പോൾ ആദ്യമായിട്ടാണ്. ഓരോ മിനിറ്റനുസരിച്ച് വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം രാവിലെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ കണ്ടതിനേക്കാളും 1 അടിയോളം വെള്ളം വീണ്ടും ഉയർന്നിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ 7 വീടുകൾ, തൊട്ടടുത്തുള്ള 7 വീടുകളിലാണ് ഇപ്രകാരം എല്ലാ കിണറ്റിലും ഏകദേശം എല്ലാ കിണറ്റിലും ഒരേ അളവിലാണ് വെള്ളം നിൽക്കുന്നത്. വെള്ളം വേരിയേഷൻ ഒന്നും വരുന്നില്ല. കാരണം താഴുക പൊങ്ങ് അങ്ങനെയൊന്നുമില്ല. ഗ്രാജുവലായിട്ട് വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ് കാരണമെന്ന് അറിഞ്ഞില്ല. പിന്നെ ഭൂമിക്ക് എന്നുള്ള എന്തെങ്കിലും വ്യതിചലനമാണോ ഇങ്ങനെ വെള്ളം കൂടുതലുണ്ടാവാൻ കാരണമെന്ന് അറിഞ്ഞില്ല. എനിക്ക് പൊതുവേ പരാതി കിട്ടാറുണ്ട്. വെള്ളമില്ല എന്നുള്ള പരാതിയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ ഈ ഭാഗത്ത് ഒരു 8 കിണറുകളിൽ ഞാനും കൂടെ ഒരു 1.5 മണിക്കൂർ കൂടെ ഉണ്ടായിരുന്നു. അപ്പം കുറേ വെള്ളം ഇങ്ങനെ ഏറി വരികയാണ്. അപ്പോൾ എന്താണ് പ്രതിഭാസം എന്താണെന്ന് അറിയാൻ പാടില്ല. എന്നാൽ ഇങ്ങനെ ഒരു ഒറ്റയടിക്ക് ഇങ്ങനെ കൂടി വരുന്നില്ല. എന്നാൽ കുറേശ്ശെ വെള്ളം ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേശ്ശെ കൂടെ വെള്ളം കയറിയിട്ടുണ്ട്. അടുത്തുള്ള 4-5 കിണറുകളിൽ ഞാൻ പോയി നോക്കിയപ്പോഴും ഇതാണ് അവസ്ഥ. അവർ പറയുന്നത് വെള്ളം അടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലായി വരികയാണ് വെള്ളം. അടുത്ത 4-5 കിണറിൽ പോയപ്പോൾ അവിടെ വെള്ളം കുറവ് പഴയതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പ്രതിഭാസമെന്ന് നമുക്കറിയാൻ പാടില്ല. ഈ പ്രദേശത്ത് വേനൽക്കാലമാണ്. കുളത്തിൽ വെള്ളം സാധാരണ താഴ്ന്നു കിടന്ന ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ ഇന്ന് സമീപ പ്രദേശത്തുള്ള ഈ കിണറുകളിൽ വർഷകാലത്ത് കാണുന്ന രീതിയിലുള്ള വെള്ളം അതീതമായി മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു പ്രവണത ഈ കിണറുകളിൽ കാണുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന അടുത്തുള്ള ജോഫ്രിയുടെ കിണറിലും വരൾച്ചയിൽ ഉണ്ടാകുന്ന വെള്ളം താഴ്ച ഒരവസ്ഥയ്ക്ക് വിപരീതമായിട്ട് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ എങ്ങനെയാണ്? മുൻകാലങ്ങളിൽ അങ്ങനെ സാധാരണ വെള്ളം ദൗർലഭ്യം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് വേനൽക്കാലം.
വെള്ളം കുറയുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ സമീപത്തുള്ള കുളത്തിന് ഇപ്പുറത്തുള്ള 2-4 കിണറുകളാണ് ഇപ്രകാരം വെള്ളത്തിൻ്റെ കയറ്റം, വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കണ്ടുകൊണ്ടിരിക്കുക എന്താണ് പ്രകൃതി പ്രതിഭാസമെന്ന് മനസ്സാവുന്നില്ല. ഒന്നും അതിനെ പറ്റി അത് അന്വേഷിക്കേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും കടുത്ത വേനലിൽ ഈ ജലസമൃദ്ധിയെ ആശ്വാസമായാണ് നാട്ടുകാർ കാണുന്നത്. എന്നാൽ വെള്ളം കൂടിയതിൻ്റെ മാജിക് എന്താണെന്നറിയാനുള്ള ആകാംക്ഷയും നാട്ടുകാർക്കുണ്ട്.